നമസ്കാരം, BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. സേലത്ത് ഹോസ്റ്റൽ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ ഭക്ഷ്യവിഷബാധ. 82 നഴ്സിംഗ് വിദ്യാർത്ഥികൾ ചികിത്സയിൽ. തമിഴ്നാട് സേലത്ത് ഭക്ഷ്യവിഷബാധയെ തുടർന്ന് 82 നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. SPC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിലെ കുട്ടികളാണ് അവശരായത്. ഹോസ്റ്റലിലെ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെയാണ് സംഭവം. തുടർന്ന് ഹോസ്റ്റലിലെ കിച്ചൺ അടച്ചുപൂട്ടി. തിങ്കളാഴ്ച 20 വിദ്യാർത്ഥികൾക്കാണ് ആദ്യം അവശത അനുഭവപ്പെട്ടത്. ഇവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ കോളേജിൽ പരിശോധന നടത്തിയപ്പോൾ വിദ്യാർത്ഥികളിൽ ചിലർക്ക് നിർജ്ജലീകരണം ബാധിച്ചതായി കണ്ടെത്തി. തുടർന്ന് 82 വിദ്യാർത്ഥികളെ സേലം മോഹൻ കുമാരമംഗലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. 5 പേരെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവരെ 24 മണിക്കൂർ വാർഡിൽ നിരീക്ഷണത്തിലാക്കി. എല്ലാ വിദ്യാർത്ഥികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. പോളിംഗ് ഏറ്റവും കുറഞ്ഞ 20-ൽ 6 മണ്ഡലങ്ങൾ കേരളത്തിൽ. UDFന് തിരിച്ചടിയാകുമോ? രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ 5 ഘട്ടത്തിലെ അന്തിമ പോളിംഗ് കണക്കുകൾ പുറത്തുവന്നപ്പോൾ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് ആശങ്കയായി. ആദ്യഘട്ടത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ 428 മണ്ഡലങ്ങളിൽ 284 വോട്ട് താഴേക്ക് പോയിരുന്നു. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് ഇടിഞ്ഞ ആദ്യത്തെ 20 മണ്ഡലങ്ങളിൽ 6 കേരളത്തിലാണ്. 2019-ൽ UDF ജയിച്ച മണ്ഡലങ്ങളാണ് ഇവ. ഇൻഡോറിൽ ആരാധനാലയങ്ങളിലെ 437 ഉച്ചഭാഷിണികൾ നീക്കം ചെയ്തതിനെതിരെ എതിർപ്പുമായി മുസ്ലിം പ്രതിനിധികൾ. മധ്യപ്രദേശിലെ ഇൻഡോറിൽ വിവിധ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളിൽ നിന്നും ഉച്ചഭാഷിണികൾ നീക്കം ചെയ്തതിനെതിരെ മുസ്ലിം പ്രതിനിധികൾ കളക്ടറെ കണ്ടു. 258 ആരാധനാലയങ്ങളിൽ നിന്നായി 437 ഉച്ചഭാഷിണികളാണ് നീക്കം ചെയ്തത്. ഇതിനെതിരെ ഇൻഡോറിലെ ഷഹർ ഖാസി മുഹമ്മദ് ഇർഷദ് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലാ കളക്ടർ ആശിഷ് സിംഗിനെ കണ്ടത്. പകർച്ചവ്യാധി പ്രതിരോധം ഡോക്ടർമാർ ഉൾപ്പെടെ ഉടൻ സർവീസിൽ തിരികെ പ്രവേശിക്കുവാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് അനധികൃതമായി സർവീസിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഡോക്ടർമാർ ഉൾപ്പെടെ വിവിധ വിഭാഗം ജീവനക്കാർ അടിയന്തരമായി സർവീസിൽ തിരികെ പ്രവേശിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ കർശന നിർദ്ദേശം. പകർച്ചവ്യാധി പ്രതിരോധം ലക്ഷ്യമിട്ടാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. ജൂൺ 6-നകം സർവീസിൽ തിരികെ പ്രവേശിക്കാത്തവരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യുവാൻ നടപടി സ്വീകരിക്കും. മൂന്നാറിലെ ഭൂമി കൈയേറ്റം നടന്നത് വൻ അഴിമതി. കേസിൽ CBIയെ കക്ഷി ചേർക്കുമെന്ന് ഹൈക്കോടതി. മൂന്നാറിലെ വൻകിട കൈയേറ്റങ്ങൾ തിരിച്ചുപിടിക്കുന്നതിലെ സർക്കാർ വീഴ്ചയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. മൂന്നാർ വ്യാജ പട്ടയ കേസിൽ സർക്കാർ എന്ത് നടപടിയെടുത്തുവെന്ന് കോടതി ചോദിച്ചു. മൂന്നാറിലെ കൈയേറ്റ ഭൂമി തിരിച്ചുപിടിക്കുന്നതിലെ വീഴ്ച CBI അന്വേഷിക്കണോ എന്ന കാര്യം പരിശോധിക്കുന്നതിനിടെയാണ് ഹൈക്കോടതിയുടെ വിമർശനം. 42 ഭൂമി കൈയേറ്റ കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റുകൊടുത്തു. തോറ്റ കേസുകളിൽ എന്തുകൊണ്ട് അപ്പീൽ നൽകിയില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. പെൺകുട്ടികൾക്ക് പാന്റും ഷർട്ടും അല്ല വേണ്ടത്. ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ സർക്കാർ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന് PK ഫിറോസ്. സ്കൂൾ ജെൻഡർ ന്യൂട്രാലിറ്റിയിൽ സർക്കാർ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുവെന്ന് യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ വിമർശനമുന്നയിച്ച ഫിറോസ് പെൺകുട്ടികൾക്ക് പാന്റും ഷർട്ടും അല്ല വേണ്ടതെന്നും ജെൻഡർ ന്യൂട്രലിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും ഇടതുപക്ഷ സർക്കാരിന് മലബാറിലെ വിദ്യാർത്ഥികളോട് അയിത്തമാണെന്നും കുറ്റപ്പെടുത്തി. ബാർ ഉടമകൾ പണം പിരിച്ചത് കോഴ നൽകാനെന്ന് സ്ഥിരീകരിക്കാനായില്ല. ബാർ കോഴ ആരോപണത്തിൽ കേസെടുക്കാനാകില്ലെന്ന് ക്രൈംബ്രാഞ്ച്. LDF സർക്കാരിനെതിരെ ഉയർന്ന ബാർ കോഴ ആരോപണത്തിൽ കേസെടുക്കാനാകില്ലെന്ന് ക്രൈംബ്രാഞ്ച്. ബാർ ഉടമകൾ പണം പിരിച്ചത് ബാർ കോഴയ്ക്കെന്ന് സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ചിട്ടില്ലെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി.
ആരും കോഴ നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നാണ് ഇടുക്കിയിലെ ബാറുടമകൾ നൽകിയ മൊഴി. ശബ്ദരേഖ ചോർത്തിയതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ മാത്രം തുടർ നടപടി സ്വീകരിക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. തൃശൂരിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു. പെരിഞ്ഞനത്ത് കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധയേറ്റ 56-കാരി മരിച്ചതിന് പിന്നാലെ തൃശൂരിൽ ഹോട്ടലുകളിൽ വ്യാപക പരിശോധന. നഗരത്തിലെ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചു. പരിശോധന വരും ദിവസങ്ങളിലും കർശനമാക്കുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസ് പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളി. ഡോക്ടർ വന്ദന ദാസ് കൊലക്കേസിലെ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി തള്ളി. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് നടപടി. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ ആവശ്യം. സെഷൻസ് കോടതിയുടെ നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ റിവിഷൻ ഹർജി നൽകുമെന്ന് പ്രതിഭാഗം അറിയിച്ചു. മെയ് 10-നാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജൻസിക്കിടെ വന്ദനദാസ് കൊല്ലപ്പെട്ടത്. കൊല്ലം അസിസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദന കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൌസ് സർജനായി ജോലി ചെയ്യുന്നതിനിടെയാണ് കൊല്ലപ്പെട്ടത്. ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോലീസ് എത്തിച്ച പ്രതി ഡോക്ടറെ കുത്തിക്കൊല്ലുകയായിരുന്നു. കൊല്ലം നെടുമ്പന UP സ്കൂൾ അധ്യാപകനായിരുന്ന പ്രതി സന്ദീപിനെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.